ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ പലതരത്തിലൊക്കെ രസം വയ്ക്കാറുണ്ട്, രസപ്പൊടി വെച്ചൊക്കെ ആണ് രസം വയ്ക്കുന്നത്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇടത്തരം ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ടൊക്കെ കീറി നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിലുള്ള സത്തെല്ലാം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയാണ്. ഇത് രസപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞാടിയെടുക്കാം. പിന്നെ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വയ്ക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പം നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അതെ, നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി ഒരു കൂട്ട് തയ്യാറാക്കാം. രസത്തിനൊരു കൂട്ട് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇടിയെല്ലാം എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അമ്മിയിൽ വെച്ച് തല്ലിയെടുക്കാം. ഇപ്പം 4-5 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെയാണ് ഈ രസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ്. പൊടിക്ക് പകരം നമുക്ക് മുഴുവൻ കുരുമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ജീരകവും ഉലുവയും കൂടെ പൊടിച്ചതാണ്, അത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകാണ്. വറക്കുകയൊന്നും വേണ്ട, വറക്കാതെ തന്നെ പച്ചയ്ക്ക് എടുത്തതാണ്. ഒരു 4-5 വറ്റൽമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തല്ലിയെടുക്കാം. നിങ്ങൾ അമ്മിയിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചതച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇടികല്ലിൽ വെച്ചാണ് ഇടിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ചതച്ച് കിട്ടും നമുക്ക്. അപ്പോൾ ഇനി അതവിടെ ആ ഒരു സ്ഥലത്തിരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ തിളയ്ക്കാനായിട്ട് വെച്ച പുളിയുടെയൊക്കെ കൂട്ടില്ലേ, അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ചെറിയൊരു അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് പൊട്ടി വരണം. നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്നും ചൂടായില്ല. ഇനി കുറച്ച് 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി നമ്മൾ നേരത്തെ തല്ലി വെച്ചിരുന്ന കൂട്ടില്ലേ, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് മുഴുവനും നമുക്ക് അതിൽ നിന്നെടുത്ത് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടത് മൂത്ത് വരണം. എന്നാലാണ് ആ രസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ കുറവാണ്, ഇന്ന് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അതിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അവയെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ മൂത്ത് വരണം. പക്ഷെ കരിഞ്ഞു പോകാനും പാടില്ല. എന്നാൽ കരിഞ്ഞു പോലെ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിരുന്ന പുളി പിഴിഞ്ഞ വെള്ളയിൽ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് എന്താണെന്നറിയാമോ? ഒരു കഷ്ണം കായമാണ്, അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് തിളച്ച് വരണം. ഇനി കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെയാണ് ഈ രസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമ്മളിതിന് രസപ്പൊടിയൊന്നും ചേർത്തിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് ചിലർ രസപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെക്കാട്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന രസം നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഒന്ന് വാങ്ങി വയ്ക്കേണ്ടത്. അതെ, നമ്മുടെ രസമൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിന് ഉപ്പൊക്കെ കഴിക്കുന്ന എന്ത് ടേസ്റ്റ്. നമ്മൾ ചോറൊക്കെ കഴിച്ച് അവസാനം നമ്മൾ കുറച്ച് ചോറ് ഇട്ടിട്ട് രസത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ല വയറിന് നല്ലൊരു സുഖം. കാരണം വെളുത്തുള്ളിയും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വാങ്ങി വയ്ക്കണം. നല്ല മണമാണ് ഈ മല്ലിയുടെയും കായത്തിൻ്റെയൊക്കെ നല്ല മണമാണ് ഈ രസത്തിന്. അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വീഡിയോ ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടണേ. താങ്ക് യു.